ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് കാർഡ് ഓഫ് ദി ഡേ ആൻഡ് വി ഗോട്ട് ദി കിങ് ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ടുണ്ട്. ആക്ച്വലി കുറേ ഇമോഷൻസ് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ വ്യക്തികളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് മുറിവ് ഏൽക്കുന്ന രീതിയിലുള്ള നോട്ടമോ സംസാരമോ പ്രവൃത്തിയോ ഒക്കെ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കും അവർ ചെയ്യുന്നത്. നിങ്ങളെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യുന്നതായിരിക്കില്ല. ഈവൻ അവരുടെ ഒരു സെൽഫ് ഡിഫെൻസിൽ പോലും ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഹേർട്ട്, അത് ആ ഇമോഷൻസ് നിങ്ങൾ പ്രോസസ്ഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാതെ വിടുകയാണ് എങ്കിൽ ഇത് സപ്രസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയും അത് പിന്നീട് നിങ്ങളുടെ ചക്രാസിന് ബ്ലോക്കേജസ്, അത് ഏത് രീതിയിലും പല ചക്രാസിൽ ബ്ലോക്കേജ് ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലോക്കേജ് ഉണ്ടായി വരും. അത് വളരെ പതുക്കെ നിങ്ങൾ ഗ്രാജ്വലി അറിയുന്ന ഒരു വിഷയമാണ്. ആ സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങളുടെ എനർജി ക്ലെൻസ്ഡ് ആക്കി, ഓറ ക്ലെൻസ്ഡ് ആക്കി, ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്ത് സപ്രസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് വിടേണ്ടത് വളരെ ആവശ്യമാണ്.